ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുള്ള രാഹുൽ ഈശ്വറിൻ്റെ പ്രകടനം കണ്ട് കോരിത്തരിച്ച ചില പുരുഷ ആക്ടിവിസ്റ്റുകളുണ്ട്. അയാൾക്ക് പുതിയ രക്ഷകൻ്റെ പരിവേഷമാണ് മെൻസ് അസോസിയേഷനൊക്കെ നൽകിയത്. എന്നാൽ ജാമ്യം കിട്ടിയ ശേഷം രാഹുൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങി വരുന്ന കാഴ്ച കണ്ടാൽ ഒരാളും സഹിക്കില്ല. കുറച്ചു ദിവസം ജയിലിൽ കിടന്നപ്പോൾ കക്ഷിയാൾ മര്യാദക്കാരനായെന്നാണ് തോന്നുന്നത്. 16 ദിവസത്തിന് ശേഷമാണ് രാഹുലിന് തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. ജയിലിന് പുറത്ത് മെൻസ് അസോസിയേഷൻ രാഹുൽ ഈശ്വറിന് സ്വീകരണം നൽകി. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർത്തിയ രാഹുൽ ഈശ്വർ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സ്ത്രീപീഡന കേസ് ഉയർത്തിക്കൊണ്ടുവന്നതെന്നും ആരോപിച്ചു. രണ്ട് തവണ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷമാണ് രാഹുൽ ഈശ്വറിന് കോടതി ജാമ്യം അനുവദിച്ചത്. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും 16 ദിവസമായി ജയിലിൽ കിടക്കുകയാണെന്നും രാഹുൽ വ്യക്തമാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം, മറ്റു കേസുകളിൽ അകപ്പെടാൻ പാടില്ല, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല എന്നീ ഉപാധികളോടെയാണ് ജാമ്യം. അന്യായമായാണ് തന്നെ കസ്റ്റഡിയിലെടുത്തതെന്നും അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ആരോപിച്ച് പ്രതിഷേധ സൂചകമായി ഒരാഴ്ചയോളം രാഹുൽ ജയിലിൽ നിരാഹാരം കിടന്നിരുന്നു. എന്നാൽ തുടർച്ചയായി ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ പിന്നീട് നിരാഹാരം അവസാനിപ്പിച്ചു. പൂജപ്പുര സെൻട്രൽ ജയിലിന് പുറത്ത് രാഹുലിന് മെൻസ് അസോസിയേഷൻ സ്വീകരണം നൽകി. കുടുംബാംഗങ്ങളും സ്വീകരിക്കാൻ എത്തിയിരുന്നു. കള്ളത്തെ കള്ളം കൊണ്ട് ജയിക്കാനാവില്ലെന്നും തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സ്ത്രീപീഡന കേസ് ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ശ്രമിച്ചതെന്നും രാഹുൽ ആരോപണമുയർത്തി. അതായത് എനിക്ക് ജാമ്യം നിഷേധിക്കാനായി, സിമ്പിളായിട്ട് പറഞ്ഞാൽ എലക്ഷൻ കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും എന്നെ അകത്തിടണം, ഇത്ര മാത്രമേ ഉള്ളൂ കാര്യം. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായിട്ട് സ്ത്രീപീഡനം, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റേസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഞാൻ വെളിയിലുണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അതിനെതിരെ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് എങ്ങനെങ്കിലും ഇലക്ഷൻ കഴിയുന്നവരെ അറസ്റ്റ് ചെയ്തിടണമെന്ന് ആഗ്രഹമാണ്. ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. കൂടുതൽ സംസാരിക്കുന്നതിൽ നിന്ന് രാഹുലിനെ അഭിഭാഷകരും കുടുംബവും വിലക്കുന്നതും കാണാമായിരുന്നു. സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചു വന്ന യുവതിയുടെ പരാതിയിലെടുത്ത കേസിൽ രാഹുൽ ഈശ്വറിനെ സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. രാഹുൽ ഈശ്വർ, കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ എന്നിവരടക്കം 6 പേർക്കെതിരെയാണ് കേസ്. സന്ദീപ് വാര്യരുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.